ഏകദിനത്തിലും. എന്നാൽ 2020-ൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യക്ക് എതിരാളികളില്ല. ഓസ്ട്രേലിയൻ മണ്ണിൽ ഓസീസിനെ വീഴ്ത്തി ഇന്ത്യ മുന്നറിയിപ്പ് നൽകുകയാണ്. അടുത്ത വർഷം ലോക കിരീടം കക്കാൻ ഇന്ത്യയുടെ യുവനിര തയ്യാർ. കഴിഞ്ഞ ഏകദിന ലോകകപ്പിന് ശേഷം സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകുന്നതിനായാണ് 2020-ൽ സൂര്യകുമാർ യാദവിനെ ഇന്ത്യ പരീക്ഷിച്ചത്. 4-1 പരമ്പര സ്വന്തമാക്കി സൂര്യകുമാർ കിരീടവേട്ട തുടങ്ങി. പിന്നാലെ ദക്ഷിണാഫ്രിക്കയോട് ഓരോ മത്സരം ജയിച്ച് സമനില. പരമ്പരയുടെ താരമായും തിളങ്ങി സൂര്യ. നായകസ്ഥാനത്തേക്ക് രോഹിത് ശർമ്മ തിരിച്ചെത്തിയപ്പോഴും കിരീടവേട്ട ഇന്ത്യ അവസാനിപ്പിച്ചില്ല. 2020 ലോകകപ്പിലെ വിജയത്തിന് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും വിരമിച്ചതോടെ പുതിയ നായകനെ ഇന്ത്യ തേടി. ആദ്യ അവസരം ശുഭ്മാൻ ഗില്ലിന്. സിംബാബ്വേയുമായി 4-1 ജയിച്ചെങ്കിലും ശ്രീലങ്കയ്ക്കെതിരെ ടീമിൽ തിരിച്ചെത്തിയ സൂര്യകുമാർ വീണ്ടും നായകൻ. പരമ്പര തൂത്തുവാരി ഇന്ത്യ. സൂര്യകുമാർ പരമ്പരയുടെ താരവും. പിന്നാലെ ബംഗ്ലാദേശും 3-0 വീണു. അടുത്ത ഇര ദക്ഷിണാഫ്രിക്ക. ആഫ്രിക്കൻ മണ്ണിൽ ജയം 3-1. പിന്നാലെ ഇംഗ്ലണ്ട് ഇന്ത്യയിലെത്തിയപ്പോൾ സൂര്യയും സംഘവും ജയിച്ചത് 4-1. സൂര്യകുമാറിന് കീഴിൽ ഏഷ്യ കപ്പും നേടിയ ഇന്ത്യ ഓസ്ട്രേലിയൻ മണ്ണിലും വിജയഗാഥ തുടരുകയാണ്. പരിക്കിന് ശേഷം ബാറ്റിംഗിൽ പഴയ ഫോമിൽ എത്തിയിട്ടില്ലെങ്കിലും ക്യാപ്റ്റൻസിയിൽ അടുത്ത ലോകകപ്പിൽ സൂര്യകുമാറിന് എതിരാളികളുണ്ടാകില്ല. 2023-ൽ വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റതിനു ശേഷം 2020-ൽ പരമ്പരയിലോ ടൂർണമെന്റിലോ ഇന്ത്യ കിരീടം കൈവിട്ടിട്ടില്ല. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ഇന്ത്യ 2020 ലോകകപ്പ്, ഏഷ്യ കപ്പ് കിരീടങ്ങളും ഈ കാലയളവിൽ സ്വന്തമാക്കി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.